നെക്സ്റ്റ് ലെയർ ഓഫ് ഈഗോ ഈസ് അൺഅവെയർനെസ്സിൽ നമ്മൾ ജീവിക്കുക എന്നതാണ്. അൺഅവെയർനെസ്സിൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരുപാട് ഈഗോയിൽ നമ്മൾ ലൈഫിനെ ഫീൽ ചെയ്യുക എന്ന് പറയുന്നത്. അതായത് നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളൊരു അൺകോൺഷ്യസ് മെക്കാനിക്കൽ സ്റ്റേറ്റ് ആണ്. ഒന്നും നമ്മൾ അവബോധത്തോടെ അല്ല നമ്മൾ പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യാമെന്ന് പറയുന്നത്. മിക്കതും നമ്മളൊരു മെക്കാനിക്കലായിട്ടാണ് ചെയ്യാമെന്ന് പറയുന്നത്. നമ്മുടെ നോർമൽ ലൈഫ് നമ്മൾ ജീവിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് അവയർനെസ് ഉണ്ട്, പക്ഷേ കൂടുതലും നമ്മളൊരു അൺഅവെയർനെസ് സ്റ്റേറ്റിലാണ്, ഒരു പൂർണ്ണ ബോധാവസ്ഥയിലല്ല നമ്മൾ പല കാര്യങ്ങളും ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ ഡ്രൈവ് ചെയ്യുക, ഭക്ഷണം കഴിക്കുക, കുളിക്കുക, അങ്ങനെ നിത്യജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മളൊരു ഡ്രങ്കൺ സ്റ്റേറ്റിൽ, ഒരു പൂർണ്ണ അവെയർനെസ്സിലല്ല നമ്മൾ നോർമലി എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞു. സോ നമ്മുടെ അൺഅവെയർനെസ് മാറ്റി നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആയിട്ട്, വളരെ ഫുൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് ഈഗോയിനെ ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത്. നമ്മൾ കോൺഷ്യസ്നെസ്സിൽ നമ്മൾ വളരും തോറും, അല്ലെങ്കിൽ നമ്മൾ അവെയർനെസ്സിൽ നമ്മൾ കൂടുതൽ വളരും തോറും നമ്മുടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈഗോ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു നെഗറ്റീവ് സംഭവമാണ്, റിയൽ അല്ല. സോ റിയൽ അല്ലാത്ത കാര്യങ്ങളെല്ലാം നമ്മുടെ അവെയർനെസ്സിൽ ഡ്രോപ്പ് ആവും എന്നാണ് നമ്മൾ മെഡിറ്റേഷനിൽ പറയാമെന്ന് പറയുന്നത്. സോ ദ കീ ഈസ് അവെയർനെസ്. വൺസ് യു ഗ്രോ ഇൻ അവെയർനെസ്, ആർട്ടിഫിഷ്യൽ തിങ്സ് ലൈക്ക് ഈഗോ ഓട്ടോമാറ്റിക്കലി ഡ്രോപ്സ്. സോ കൂടുതൽ അവെയർ ആകുക എന്നതാണ് നമുക്ക് ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്.